ഇപ്പോൾ മന്ത്രി OR കേളു സംസാരിക്കുകയാണ്. അതിലേക്ക് സർവകക്ഷി യോഗം കഴിഞ്ഞു. അപ്പം അതിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന 10 ലക്ഷം രൂപ ഒന്ന് കൊടുക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 10 ലക്ഷം കൊടുക്കും. ഇൻഷൂറുമായി ബന്ധപ്പെട്ടിട്ട് അധികം 1 ലക്ഷം കൂടി കൊടുക്കും. അപ്പോൾ 11 ലക്ഷമായി. അവർക്ക് ഉള്ള വീട് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് പുതിയ ഒരു വീട് അനുവദിച്ച് കൊടുക്കും. പിന്നെയുള്ളത് അവരുടെ കുട്ടിക്ക് അവരുടെ പഠനം ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്ക് വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ ചേർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കും. നമ്മുടെ മോന് ഇപ്പോൾ ഓന് IT പാസ്സായ കുട്ടിയാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി മോന് കൊടുക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് റോഡ് സൗകര്യമില്ല. അപ്പോൾ റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ആ റോഡ് എല്ലാവർക്കും കൂടിയിട്ട് അവർക്ക് വേണ്ടി മാത്രമല്ല പൊതുവേ ആ പ്രദേശത്ത് താമസിക്കുന്ന നമ്മളെല്ലാ ട്രൈബൽ കുടുംബങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ടാറിങ് ചെയ്ത് അങ്ങോട്ടുള്ള ഭാഗം കൂടി നമ്മൾ ടാർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിലൊരു ജാഗ്രതാ സമിതിയുണ്ട്. ആ ജാഗ്രതാ സമിതി അടിയന്തരമായി വിളിച്ചുകൂട്ടി ഈ മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഒരു 24 അവേഴ്സും ജാഗ്രത എടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവായി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ കോമൺ ആയിട്ട് കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 50 ലക്ഷം രൂപ നമുക്ക് കോമൺ ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്യാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ആ കാര്യം ഒഴിച്ച് സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെഫിനറ്റ്ലി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും കുറേ കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നമുക്ക് ഒരു പോസിറ്റീവ് തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വന്യജീവി ആക്രമണം തടയാൻ എന്താണ് അതിൻ്റെ ഒരു ഫെൻസിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഇവിടെ ഇല്ലയെന്നാണ് പറയുന്നത്. അതിലെന്താ തീരുമാനം വന്നിരിക്കുന്നത്? അതെ, ആ ഭാഗം ഇപ്പോൾ നിലവിലൊരു പദ്ധതിയുണ്ട്. ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ നിലവിലൊരു പദ്ധതിയുണ്ട്, RKV പദ്ധതിയുണ്ട്. ആ ഭാഗത്ത് അടിയന്തരമായിട്ട് ഇപ്പോൾ ജില്ലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഫെൻസിങ് ഉണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായിട്ട് ആ ഭാഗത്ത് ഫെൻസിങ് ക്രമീകരിക്കാനും ആ ഫെൻസിങ് ക്രമീകരിക്കുമ്പോൾ അതിനോടൊപ്പം ലൈറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ വേണ്ടി നിർദ്ദേശം. ഇത് കൃത്യമായിട്ട് തീരുമാനം തന്നെ വളരെ എത്രയും സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും സ്പീഡിൽ ചെയ്യാനാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ജില്ലയിൽ നമ്മളൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹൈ ലെവൽ കമ്മിറ്റി നമ്മൾ അടുത്ത ആഴ്ച തന്നെ മിനിസ്റ്ററുടെ എൻ്റെ സാന്നിധ്യത്തിലും വനം മന്ത്രിയുടെ സാന്നിധ്യത്തിലും നമ്മൾ നിയമസഭയായതുകൊണ്ടാണ് ടേക്കപ്പ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. ആ കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ കാര്യം കൂടി സ്പീഡാക്കാനും പിന്നെ വയനാട് ജില്ലയിലെ പൊതു കാര്യങ്ങൾ സ്പീഡാക്കാനുള്ള ഒരു നടപടി നമ്മൾ സ്വീകരിച്ചു. ബിജു എന്ന് പറഞ്ഞ സഹോദരനെ ഇപ്പോൾ ഈ സമാനമായി ആക്രമിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അന്ന് ഈ വനവകുപ്പ് അടക്കമുള്ള ആളുകൾ ആ ചികിത്സ ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ള ആരോപണം നാട്ടുകാർക്ക്. അതെ, ബിജുവിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചിരുന്നു. ബിജുവിൻ്റെ കാര്യം പരിശോധിച്ചു. അപ്പോൾ ബിജുവിന് അന്ന് നാമമാത്രമുള്ള ഒരു സഹായം മാത്രമേ അന്ന് കിട്ടിയിട്ടുള്ളൂ. അത് ഞാനത് അന്വേഷിച്ചപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബിജുവിന് ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മാസവും ഒരു പെൻഷൻ കിട്ടുന്ന രീതി ആണ് ഒന്ന് അവലംബിക്കുന്നത്. അയാൾക്ക് അരയ്ക്ക് താഴെ തളർന്നു പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാളൊരു വികലാംഗത്വം ഉണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തി അയാൾക്കൊരു കൃത്യമായി സാധാരണ ഡിസബിലിറ്റി കിട്ടുന്ന